ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നു ആണേ. അപ്പോൾ എൻ്റെ എൻറ്റയർ ഓണം ഷൂട്ടിൽ അല്ലെങ്കിൽ ഓണം വീഡിയോസിൻ്റെ കളക്ഷൻസിൽ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ക്രാഫ്റ്റ് ആയിരിക്കും ഏറ്റവും എഫേർട്ട് എടുത്ത് ഞാൻ ചെയ്തത്. കാരണം ഏകദേശം ഒരു 101% കഷ്ടപ്പാട് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 മന്ത് നിൽക്കുന്ന കഷ്ടപ്പാടിൻ്റെ ഫലം തന്നെയാണ് ഈ ഒരു സ്കേർട്ട് എന്ന് പറയുന്നത്. കാരണം ഈ സ്കേർട്ട് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന ഓരോ കളറ് തുണികളും നമുക്ക് കട്ട് പീസുകളെന്ന് പറഞ്ഞ തുണിക്കടകളിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് ക്ലോത്ത് ഉണ്ട്, അതായത് പഴയ ക്ലോത്ത്, അങ്ങനത്തെ ക്ലോത്ത് കഷ്ണങ്ങളും പിന്നെ എൻ്റെ കയ്യിലുള്ള കുറേ വേസ്റ്റ് ക്ലോത്തുകളും ഒക്കെ കളക്ട് ചെയ്ത് അതിന് ഈച്ച് ആൻഡ് എവറി ക്ലോത്ത് ഞാൻ ഇതുപോലത്തെ ചെറിയ ഫ്ലവേഴ്സായിട്ട് ഉണ്ടാക്കിയെടുത്ത് അത് റൗണ്ടിൽ നമ്മൾ തയ്ച്ച് ഓരോ പീസ് ഫ്ലവേഴ്സായിട്ട് തയ്ച്ച് പിടിപ്പിച്ചെടുത്തതാണ് ഈ ഒരു സ്കേർട്ട് എന്ന് പറയുന്നത്. അത്രയധികം എഫേർട്ട് ആ സ്കേർട്ടിലുണ്ട്. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടും എനിക്ക് അതുപോലെ തന്നെ ഇഷ്ടമായി. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്കൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന വർക്ക് അതേ പെർഫെക്ഷനോടുകൂടി നമുക്ക് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഉള്ള സന്തോഷം നമ്മൾ അതുവരെ ചെയ്ത കഷ്ടപ്പാടൊക്കെ നമ്മൾ മറന്നുപോകും. ആ ഒരു ഔട്ട്പുട്ടാണ് എനിക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ കാര്യത്തിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും, ഇങ്ങനൊരു സ്കേർട്ട് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, നമ്മൾ ആരെങ്കിലും ഇത് ഇടുമെന്ന്. ഇല്ല, ഞാനും ഇടില്ല, ഇതാരും ഇടാനും പോകുന്നില്ല. പക്ഷേ ഇതൊരു സ്കേർട്ട് എന്നുള്ള ഇതിനേക്കാൾ ഏറെ നമ്മുടെ തുടക്കത്തിലുള്ള ഓണം ഷൂട്ടിൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കണം. നമ്മുടെ ആ തുടക്കത്തിലെ ഓണം ഷൂട്ടിൽ പല സ്ഥലങ്ങളിലും ഞാൻ അത്തപ്പൂക്കളമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്കേർട്ടാണ്. അതായത് നമുക്കിത് സ്കേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും കാർപ്പറ്റായിട്ടോ അല്ലെങ്കിൽ പൂക്കളത്തിൻ്റെ ഒരു ഡിസൈനുള്ള ഒരു സംഭവമായിട്ട് നമുക്കിത് റീയൂസ് ചെയ്യാം. അതായത് എത്ര വർഷം വേണമെങ്കിലും റീയൂസ് ചെയ്യാം. കാരണം ഇത് ക്ലോത്താണ്, നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. എവിടെ വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഫോട്ടോഷൂട്ട് ആവശ്യമാണ്, നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഈസി ആയിട്ട് മടക്കി നമുക്കൊരു അത്തപ്പൂക്കളമായിട്ട് കൊണ്ടുപോകാം. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഈ എഫേർട്ട് നിങ്ങൾ കണ്ടില്ലെന്ന് കരുതരുത്. നിങ്ങൾ ഈ എഫേർട്ടിന് ഒരു ലൈക്കും ഷെയറും കമൻറ്റ് എന്തായാലും തന്നേ പറ്റൂ. ചാനലിൽ ഒപ്പം കൂടെ നിന്നേ പറ്റൂ. അപ്പോൾ ഇതുവരെ കൂടെ നിന്നവരും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട്, നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ ഇത്രയൊക്കെ എഫേർട്ട് ഇട്ട് ഇങ്ങനത്തെ കുറേ ക്രിയേറ്റീവ് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ളൊരു പിന്തുണ കിട്ടുന്നത്. അപ്പോൾ ഇനിയും ഈ സപ്പോർട്ട് ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇനിയും വീഡിയോ തീർന്നിട്ടില്ല, ഇനിയും വരുന്നുണ്ട് വീഡിയോസ്. നേരത്തെ പറഞ്ഞ പോലെ കുറേ വീഡിയോസ് നമ്മുടെ ട്യൂട്ടോറിയൽസ് പോയെങ്കിലും ഞാൻ വീഡിയോസ് എന്തായാലും ഇടുന്നതായിരിക്കും ഫൈനൽ പ്രോഡക്ട്സിൻ്റെ. ഓക്കെ, താങ്ക്